റിയലി അമേസിങ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പൃഥ്വിരാജിൻ്റെ അഭിനയം ഞാൻ അവിടെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫാൻറ്റാസ്റ്റിക് പിക്ചറായിരുന്നു. നല്ല മാക്സിമം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പൃഥ്വിരാജ്. ഓസ്കാർ കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്ര അമല പോളും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു. പിന്നെ ഓരോ സീൻസും നല്ല ടച്ചിങ് ആയിരുന്നു. നമുക്കത് കണ്ണ് നനയ്ക്കും നമ്മളെ, അത്ര രീതിയിലുള്ള ആ ഒരു ഇതായിരുന്നു. പിന്നെ റഹ്മാൻ സാറിൻ്റെ പാട്ട് അതൊക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ ഓരോരോ സീൻസ് കാണുമ്പോഴത്തേനും നമ്മുടെ കണ്ണ് തന്നെ നനഞ്ഞു പോകും. പിന്നെ സ്ക്രീനിലേക്ക് നോക്കാതെ തന്നെ നമുക്ക് കണ്ണടച്ചിരുന്ന് നമുക്ക് മനസ്സിലൊരു ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ഇതായിരുന്നു. ഈ അടുത്ത കാലത്തെങ്കിൽ ഇത്രയും നല്ലൊരു പിക്ചർ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതെ തീർച്ചയായിട്ടും. നമുക്ക് ഓരോ സീൻസ് കാണുമ്പോഴും നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. നല്ല ടച്ചിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകുമല്ലോ. എന്തായാലും മനസ്സാക്ഷിയുള്ളവരെല്ലാവരുടെയും കണ്ണ് നനഞ്ഞു പോകും. മനസ്സിലായില്ലേ? അത് തന്നെ തീർച്ചയായിട്ടും അത് ആ പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതം, ഓരോരുത്തരിങ്ങനെ ഏജൻസി കൊണ്ടുപോയിട്ട് അവരെ പറ്റിക്കുന്നതും പിന്നെ അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഒക്കെ ശരിക്കും നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓസ്കാർ അവാർഡ് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കിട്ടണം, കാരണം ഹി ഡിസേർവ്സ് ഇറ്റ്. അമേസിങ് പെർഫോമൻസ്, അമേസിങ് ആക്ട്. കാരണം നിരസിച്ചാലോ നമ്മൾ ഇത് കൊടുക്കണം, പെറ്റീഷൻ കൊടുക്കണം. തീർച്ചയായിട്ടും ഷുവർലി. പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ല അമേസിങ് പിക്ചറാണിത്. റിയാലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചറാണ്, അത് പറയാതിരിക്കാൻ പറ്റും. ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, സിനിമ തന്നെ. കാരണം അത് നമ്മൾ പിക്ചർ കാണുകയും കൂടെ ചെയ്യല്ലേ. അപ്പോൾ കാണുകയും കൂടെ സീനും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളല്ല പുസ്തകത്തിൽ കാണുന്ന പോലെ നമ്മൾ വായിച്ചങ്ങ് പോകുമല്ലോ. സീനും കൂടെ കാണുമ്പോൾ നമുക്ക് റിയലായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, എനിക്കറിഞ്ഞൂടാ. സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അത് ആദ്യം കാണും ഞാൻ. നല്ല സിനിമയായിരുന്നു. ഇതൊരു കരയാനും ഉണ്ട്. എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന ഫിലിം. നല്ല ഫ്രെയിംസും നല്ല മീൻസ് കണ്ടിരിക്കാൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണ്ട സിനിമ. മ്യൂസിക് ചില സീൻസിൽ ആ മ്യൂസിക് കാരണമാണ് നമ്മുടെ ഹാർട്ട് ഹെവി ആവുന്നത്. പെരിയോനി റഹീം സോങ്ങും നല്ല സിനിമ. പൃഥ്വിരാജ്